റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ ഇന്നലെ രാത്രി ശക്തമായ മഴ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ ശേഖരിച്ചപ്പോൾ പറയത്തക്ക അനിഷ്ട സംഭവങ്ങൾ ഒരു ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി എല്ലാ രീതിയിലും രാത്രിയിലെ മഴയും അതുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയുള്ളതുകൊണ്ട് എല്ലാവിധ മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു. രാത്രി വളരെ വിജിലൻ്റായിട്ടാണ്, ജാഗ്രതയോടുകൂടിയാണ് ഓരോ സ്ഥലത്തും മഴ ഉൾപ്പെടെ അതിശക്തമാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അത്ര ശക്തമായ മഴ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പത്തനംതിട്ടയിലാണ് ഇന്നലെ മഴ കുറച്ച് ശക്തമായി നിലനിന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ അത്രത്തോളം ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ്. തകർന്ന റോഡുകളൊക്കെ പുനഃസ്ഥാപിച്ച് അതെല്ലാം ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ചില നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ന് കാലാവസ്ഥ വളരെ ശക്തമായ മഴ മുന്നറിയിപ്പ് ഇന്നത്തെ ദിവസം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും അതുപോലെ തുടരുകയാണ്. കേരളത്തിൽ 5-ാം തീയതി വരെയുള്ള കാലാവസ്ഥ പ്രവചനത്തിൽ 5-ാം തീയതി മഴ ഉണ്ടാകും എന്ന് പറയുന്നു. 5-ാം തീയതി വരെ ഒറ്റപ്പെട്ട മഴയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കാലാവസ്ഥയുടെ വിവരങ്ങൾ. കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ജനങ്ങൾക്ക് കൈമാറുന്നത്. അതിൽ ഒട്ടും വീഴ്ച വരുത്താതെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിവരങ്ങളും മണിക്കൂറുകൾ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും വിവരങ്ങളും അലർട്ടുകളും നൽകാറുള്ളത്. അതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം, ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യോഗം മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരുന്നു. ജില്ലാ കളക്ടേഴ്സ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ പൊതുവായി നിർദ്ദേശിച്ചിട്ടുള്ള അലർട്ടുകൾ വരുന്നത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് തയ്യാറെടുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം. അത് താഴെ തട്ട് വരെ നടത്തിയിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മൺസൂണിന് മുമ്പ് തന്നെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അലർട്ട്, റെഡ് അലർട്ട്, ഓറഞ്ച്, യെല്ലോയും ഗ്രീനും ഒക്കെ ആയിക്കഴിഞ്ഞാലും നിലവിൽ സിസ്റ്റത്തിന് മാറ്റമുണ്ടാവില്ല. ഏത് അടിയന്തര സാഹചര്യത്തിലും പലപ്പോഴും നമുക്കറിയാം ചില അപ്രതീക്ഷിതമായ മഴയും മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളും കീഴ്വഴക്കങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാ സമയവും അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കം എല്ലാ ജില്ലകളിലും പഞ്ചായത്ത് തലത്തിൽ വരെ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത് ഇനിയും തുടരും. കാലവർഷം കഴിയുന്നതുവരെ അത് ശക്തമായി തന്നെ അതേ രീതിയിൽ തുടരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.